സുവർണ കഥകളിൽ ഇന്ന് മഹാഭാരതവും കുറേ തസ്കരന്മാരും. എഴുതിയത് ഷീല ടോമി. പച്ചിലക്കുന്നിൻ്റെ തുഞ്ചത്താണ് ആ ദേവാലയം. ആകാശം മുട്ടുന്ന മിനാരത്തിനു മുകളിൽ ഒരു തങ്കനിറ കുരിശ് ഭൂമിയിലെ പാവം പിടിച്ച പാപികളെ ഉറ്റുനോക്കി നിന്നു. കർത്താവ് മരിച്ചത് മരക്കുരിശിലല്ലേ, പിന്നെ പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്നുറക്കെ ചിന്തിച്ച് വിനീതനായ ചിത്രകാരൻ്റെ പുസ്തകത്തിലെ പഴയ മനുഷ്യൻ ചാറ്റൽ മഴയിൽ കൽമതിലിനരികിൽ നിന്നു. പള്ളിമേടയുടെ മട്ടുപ്പാവിൽ മലഞ്ചരിവിലൂടെ ഒഴുകുന്ന അരുവിയുടെ പാട്ടിലേക്ക് കാതും മനസ്സും തുറന്നുവച്ച് വരച്ചുകൊണ്ടിരുന്ന ചിത്രത്തിൽ മിനുക്കുപണി ചെയ്യുമ്പോഴാണ് ഡാവിഞ്ചി അച്ഛൻ ഗ്രോട്ടോക്കു മുന്നിലെ നേർച്ചപ്പെട്ടിക്കരികിൽ ഒരു നിഴലാട്ടം കണ്ടത്. അച്ഛൻ കണ്ണുകൂർപ്പിച്ചു നോക്കി, ചരിഞ്ഞും തിരിഞ്ഞും നോക്കി. മഴ നനഞ്ഞു നിൽക്കുന്ന ചരിത്രത്തിലെ പഴയ മനുഷ്യനും അതേ നിഴലനക്കം കണ്ടു. ഡാവിഞ്ചി അച്ഛൻ്റെ നോട്ടവും മറ്റേ പഹയൻ്റെ തുറിച്ചു നോട്ടവും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കാണിക്കപ്പെട്ടിയുടെ താക്കോൽ ദ്വാരത്തിൽ സന്ധിച്ചു. ഒച്ചയുണ്ടാക്കാതെ പെട്ടി തുറക്കുന്ന നീണ്ടു മെലിഞ്ഞ വിരലുകൾ, പകപ്പോടെ ചുറ്റും നോക്കുന്ന പരിഭ്രമ മുഖം, എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്ത മട്ടിൽ നിൽക്കുന്ന കെടാവിളക്കിൻ്റെ മഞ്ഞവെട്ടം. കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൂവാനുള്ള ആദിമ ചോദന അടക്കി കപ്പ്യാർ ഫിലിപ്പോസിന്റെ പേടിക്കണ്ണുകൾ തന്നിലേക്ക് പറന്നെത്തും മുൻപ് മുറിവേറ്റ തിരുഹൃദയം കൊത്തിയ മരത്തൂണിന് മറവിലേക്ക് ഡാവിഞ്ചി അച്ഛൻ ഒരു കള്ളനെ കണക്കൊളിച്ചു. താനാണോ കള്ളൻ, കപ്പ്യാർ ഫിലിപ്പോസാണോ കള്ളൻ എന്ന കൂലങ്കഷമായ സംശയം ആ നിമിഷം ഡാവിഞ്ചി അച്ഛനെ ആവേശിച്ചു. മസ്കറ്റുകാരൻ ബേബി സമ്മാനിച്ച കറുത്ത ബർമൂഡയിലും നീല സ്ലീവ്ലെസ് ബനിയനിലും ഇതികർത്തവ്യതാ മൂഢനായി നിലകൊള്ളുന്ന വികാരിയച്ഛനെ അരണ്ട നിലാവെട്ടം മിഴിച്ചു നോക്കി. പുലരിമണിയടിക്കാൻ എത്തുന്നേരം ആരുമേ കാണാതെ താക്കോൽ പള്ളിമുറിയിൽ തിരികെ വയ്ക്കാമെന്ന പ്രതീക്ഷയിൽ ആരാരും കാണാതെ മോഷണകൃത്യം നിർവഹിച്ച പരമാശ്വാസത്തിൽ മതിലിനപ്പുറം ഓടി മറയുകയായി ഫിലിപ്പോസ് കപ്പ്യാർ. 2 കന്യാസ്ത്രീകളെയും ഒരു വൈദികനെയും സഭയ്ക്ക് സമ്മാനിച്ച തിരുകുടുംബത്തിലെ കുഞ്ഞാട് കർത്താവിൻ്റെ നേർച്ചപ്പണവുമായി പായുന്ന കാഴ്ച കണ്ട് തൻ്റെ അജപാലനത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ട ഇടവകയിൽ ഒരു കാണിക്കമോഷ്ടാവ് ജന്മം കൊണ്ടതിൽ ആകാശങ്ങളിലിരിക്കുന്ന ബാവ തമ്പുരാനെ വിളിച്ച് ഡാവിഞ്ചി അച്ഛൻ മുട്ടിപ്പായി ക്ഷമയാചിച്ചു. പകലന്തിയോളം ഭൂലോകരുടെ അന്തമില്ലാ പരാതികളും അപേക്ഷകളും കേട്ടു തളർന്ന് നിദ്രയിലാണ്ട തമ്പുരാനുണ്ടോ ആ സമയത്ത് ഈ മാപ്പപേക്ഷ കേൾക്കാൻ? മേൽപ്പറഞ്ഞ സംഭവങ്ങളുടെ അങ്കലാപ്പിൽ, അവിചാരിതങ്ങളുടെ ഞെട്ടലിൽ ഉറക്കം പമ്പയും കബനിയും കാവേരിയും കടന്നതിനാൽ ഡാവിഞ്ചി അച്ഛൻ ചിത്രരചന തുടർന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരവും ഏറ്റുവാങ്ങി ഡാവിഞ്ചി അച്ഛൻ്റെ തല പെരുക്കുകയും തടിച്ച ശരീരം വിയർക്കുകയും ചെയ്തു. പുഴ കടലായും മരം കാവായും കാവ് കാടായും ചായം പകർന്നു. അതേസമയം ജെയ്സൺ മോൻ്റെ സർജറി നടക്കുമോ എന്ന ആധിയിൽ ഫിലിപ്പോസിന് ശ്വാസം മുട്ടി. ഭണ്ഡാരത്തിലെ കാശ് വല്ലത്തിനും തികയുമോ ആവോ? കുട്ടിയുടെ തളർന്ന മുഖവും പപ്പ എന്ന വിളിയും മനസ്സിൽ മിന്നവേ ഫിലിപ്പോസ് വിങ്ങിപ്പൊട്ടി. കാണിക്ക തുറക്കുന്ന കള്ളൻ്റെ രൂപം ഒളിച്ചുവെച്ച ക്യാമറയിലെങ്ങാൻ പതിഞ്ഞാൽ? ഭയം നെഞ്ചിൽ പെരുമ്പറ കൊട്ടി. അതിനിടയിൽ പച്ചിലക്കുന്നിലെ ആദ്യ വളവിൽ വെച്ച് ചരിത്രത്തിലെ മനുഷ്യൻ തനിക്കു പിന്നിലായി നടക്കാൻ തുടങ്ങിയത് ഫിലിപ്പോസ് അറിഞ്ഞതേയില്ല. എന്നാൽ ഇരുപുറവും നിരന്നു നിൽക്കുന്ന ബൊഗേൻ വില്ലകൾക്കും നിയോൺ ബൾബുകൾക്കുമിടയിൽ 2.5 മീറ്റർ വീതിയുള്ള ഡ്രൈവേയിലൂടെ ഫിലിപ്പോസിൽ നിന്ന് 4 അടി അകലം പാലിച്ച് മുഖം വ്യക്തമാകാത്ത ഒരാൾ അയാളെ പിൻചെല്ലുന്നത് മട്ടുപ്പാവിലെ തിരുഹൃദയത്തൂണിന് മറവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്ന ഡാവിഞ്ചി അച്ഛൻ കണ്ടു. ഒറ്റയടിയിൽ കപ്പ്യാരെ മറച്ചിട്ട് ഏതു നിമിഷവും ആ രൂപം കാശുമായി ഓടിക്കളഞ്ഞേക്കാമെന്ന ഉത്കണ്ഠയിൽ ഫിലിപ്പോസെ ഓടിക്കോ എന്ന് അച്ഛൻ തൊണ്ട പൊട്ടുമാറ് വിളിച്ചു കൂവി. പിന്നിൽ നിന്ന് കേട്ട അവ്യക്തമായ ഒച്ചപ്പാടിൽ ഞെട്ടിത്തിരിഞ്ഞ ഫിലിപ്പോസ് തൊട്ടരികിൽ തൊട്ടേ പിടിച്ചേ എന്ന് ഓടിയെടുക്കുന്ന അപരിചിതനെ കണ്ട് മരവിച്ചു നിന്നപ്പോഴേക്കും വല്ലാത്തൊരു ചിരി ചിരിച്ച് അപരിചിതൻ അടുത്തെത്തിയിരുന്നു. ഹേയ്, ഞാനൊക്കെ കണ്ടുന്നേ. പിടിക്കപ്പെട്ടെന്ന തിരിച്ചറിവിൽ ബോധം കെടാൻ പോയ ഫിലിപ്പോസിനെ 2 കൈകളാൽ താങ്ങി അപരിചിതൻ ധൈര്യപ്പെടുത്തി. ഇങ്ങള് പേടിക്കണ്ട മച്ചാ, കർത്താവ് തമ്പുരാൻ എന്തിനാ നേർച്ചപ്പെട്ടിയിലെ ചില്ലറ? ഈ അണ്ടകടാഹം മുഴുക്കനെ അങ്ങേരുടേതല്ലേ? എന്നെ കേട്ടിട്ടുണ്ടാവും, ഞാൻ തോമ.
പണ്ടൊരു വിനീത ചരിത്രകാരൻ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. താൻ പൊക്കിയത് വെറും ചില്ലറയല്ലേ ഫിലിപ്പോസേ? ഞാനോ പൊൻകുരിശു തന്നെ പൊക്കിയ പുള്ളിയാ. അല്ലെങ്കിലും ഈ ഭൂലോകത്ത് നമ്മുടെ തമ്പുരാനോളം മുട്ടൻ ആൻറ്റി സോഷ്യലിസ്റ്റ് ഉണ്ടോ? അപ്പുറത്ത് മണിമാളിക, ഇപ്പുറത്ത് ചെറ്റക്കുടിൽ. ഉള്ളതെല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മൂപ്പർക്ക് പറ്റില്ലേ? അല്ലെങ്കിൽ പാവം പിടിച്ച നമ്മള് ഇപ്പണിക്കിറങ്ങുവോ? 5 പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും ഇളയവളെ കർത്താവിൻ്റെ മണവാട്ടിയാക്കാനും മറ്റുമുള്ള തത്രപ്പാടിനിടയിൽ പേന പിടിക്കേണ്ട കയ്യിൽ തൂമ്പ പിടിച്ചതിനാൽ അക്ഷരം 4 അയലത്തുകൂടി പോകാത്ത ഫിലിപ്പോസിന് മേൽപ്പറഞ്ഞ വിനീത ചരിത്രകാരനെക്കുറിച്ച് പിടിപാടൊന്നുമില്ലെങ്കിലും തോമാക്ക് തങ്കപ്പെട്ട മനസ്സാണെന്ന് അയാൾ തീർച്ചയാക്കി. തോമാ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയെങ്കിലും തികഞ്ഞ ദൈവദൂഷണമല്ലേ അതെന്നും അയാൾ ചിന്തിക്കാതിരുന്നില്ല. ആകാശത്തിലെ പൊന്നുതമ്പുരാൻ ചാറ്റൽ മഴയുടെ സ്വിച്ച് ഓഫാക്കിയതും തസ്കരന്മാരുടെ നടത്തം വേഗത പൂണ്ടു. 2ാം വളവ് പിന്നിട്ടതും കുന്നിൻ ചെരുവിലെ വിളക്കുകാലിനപ്പുറം അതാ ഒരു കൂറ്റൻ ആനപ്പാറ. അത്തരമൊരു പാറ 2ാം വളവിൽ ഉണ്ടായിരുന്നില്ലെന്ന് കൂരിരുട്ടിൽ നാടിൻ്റെ മുക്കും മൂലയും താണ്ടുന്ന തോമായ്ക്ക് കൃത്യമായി അറിയാം. സാക്ഷാൽ സൂചിക്കൊമ്പൻ കൊച്ചു നീലാണ്ടനാണോ അതെന്ന് ആ നിമിഷം പൊൻകുരിശു തോമായ്ക്ക് സംശയം പൊട്ടി. ഇറക്കത്തിലൂടെ മുമ്പോട്ടോടണോ കയറ്റത്തിലൂടെ പള്ളിമുറ്റത്തേക്ക് പായണോ എന്ന പരിഭ്രമത്തിന്റെ വക്കിൽ നിന്ന ഫിലിപ്പോസിനെയും വലിച്ച് കരിങ്കൽ മതിൽ ചാടി തോമ ഒറ്റപ്പാച്ചിൽ. പള്ളിപ്പറമ്പിലെ ഇഞ്ചിക്കിടാൻ പണിക്കാർ കൂട്ടിയിട്ട ചാണകമായിരുന്നു പാതിരായ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആനപ്പാറ എന്ന പരമസത്യം പിറ്റേന്ന് വെളുപ്പിന് വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ എന്ന് ചരിത്ര കുതുകികൾ ശ്രദ്ധിക്കുമല്ലോ. പുഴയോരത്തെ ഒറ്റയടി പാതയിലൂടെ മഴമാറി തെളിഞ്ഞ നിലാവെട്ടത്തിലൂടെ മണ്ടുമ്പോൾ കക്കാനൊന്നും പറ്റിയ രാവല്ല പൊന്നു ഫിലിപ്പോസേ എന്ന് തോമ ആശങ്കയറിയിച്ചു. മാവോയിസ്റ്റ് വേട്ടയ്ക്ക് രാവുലകം ചുറ്റുന്ന മൂരാച്ചികളുടെ കൺവെട്ടത്തെങ്ങാൻ ചെന്നുപെട്ടാലത്തെ ഗുലുമാലോർത്ത് ഫിലിപ്പോസിന് ശരിക്കും വിറ വന്നു. ഇൻസ്പെക്ടർ കടുവാമാത്തൻ റോന്തു ചുറ്റുന്ന സമയമാണെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ പള്ളി പരിസരത്ത് കണ്ടവരെ തൂക്കിയെടുത്ത് കസ്റ്റഡിയിലിടുമെന്ന് 100 വട്ടം ഉറപ്പ്. പുലർച്ചെ കൃത്യം 5:45 പള്ളിമുറ്റത്തെത്തി. കാനഡക്കാരൻ ചെറിയാൻ പള്ളിക്ക് സമ്മാനിച്ച 100 കിലോ ഭാരമുള്ള ഓട്ടുമണി ആഞ്ഞുകൊട്ടി. ഓരോരുത്തന്മാർക്ക് ദാനം കൊടുത്താൽ മതിയല്ലോ, കൊട്ടാൻ ഇവിടെ ഫിലിപ്പോസ് ഉണ്ടല്ലോ. ഭക്തജനത്തെ ഉണർത്തേണ്ട നേരത്ത് മാവോയിസ്റ്റായി ലോക്കപ്പിൽ കിടക്കുന്ന കാര്യമോർത്തപ്പോൾ ഫിലിപ്പോസിന് 2ാമതും വിറ വന്നു. പൊൻകുരിശുകട്ട തോമ ഇനി വല്ല മാവോയിസ്റ്റോ മറ്റോ ആണോ എന്നൊരു ഭയങ്കര ചിന്ത അതേ നിമിഷം ഫിലിപ്പോസിനെ കീഴടക്കി. ബാധകേറിയ പോലെ ഫിലിപ്പോസിന്റെ ഈർക്കിലുടൽ വിറയ്ക്കാൻ തുടങ്ങി. കയ്യാമമിട്ടു നിൽക്കുന്ന പപ്പയുടെ പടം പത്രത്തിൽ കണ്ട് ജെയ്സൺ പേടിച്ചു പോകുന്നതും ലില്ലിക്കുട്ടി പൊട്ടിക്കരയുന്നതും നാട്ടുകാരുടെ പരിഹാസത്തിൽ ചൂളി നിൽക്കുന്നതും സങ്കൽപ്പിച്ച് ഫിലിപ്പോസിന്റെ ചങ്കു പൊട്ടി. ഫിലിപ്പോസിന് വിറകേറിയ നേരത്ത് ഒരു പെങ്കൊച്ചിന്റെ ഓർമ്മയിൽ കുളിരു കോരുകയായിരുന്നു തോമായ്ക്ക്. ഫിലിപ്പോസേ, ഈ കടവീന്ന് കയറി കിഴക്കോട്ട് തിരിയുമ്പം ദാ അവിടെ ഒരു പുളിമരമില്ലേ? അതിൻ്റെ ചോട്ടിലാ എല്ലാ രാത്രിയിലും കൊച്ചുത്രേസ്യ എന്നെ കാത്തിരിക്കണത്. നമ്മുടെ ജയിലർ പളുങ്കൻ കൊച്ചുകുഞ്ഞിൻ്റെ ഇളയമോൾ, ഭൂലോക സുന്ദരി. പാവം പിടിച്ച ആ പളുങ്കൻ കൊച്ചുകുഞ്ഞിന് വേണ്ടിയാടോ ഞാൻ പണ്ട് പൊൻകുരിശു കട്ടത്. പേടികൊണ്ട് ശബ്ദം വിഴുങ്ങിയ ഫിലിപ്പോസ് പള്ളിയുടെ ചരിത്ര പുസ്തകത്തിൽ കൊച്ചുകുഞ്ഞ് എന്നൊരു കപ്പ്യാരുടെ പേര് കണ്ടിരുന്നതായി ഓർത്തെടുത്തു. ഭൂമിയിലെ ഒരുപാട് കോടി സത്യക്രിസ്ത്യാനികളിൽ ഒരാളും ചെയ്യാത്ത കൊടുംചതിയാണല്ലോ താൻ ചെയ്തത് എന്ന പാപബോധത്തിൽ ഫിലിപ്പോസ് പള്ളിക്കുന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇരുണ്ട പച്ചിലക്കുന്നിനുമേലെ തങ്കക്കുരിശു മിനാരം സ്വർലോകപ്രഭയിൽ മുങ്ങി നിൽക്കുന്നു. തമ്പുരാൻ കുടികൊള്ളും പച്ചിലക്കുന്ന് ലോകത്തിലേക്കും മനോഹരമാണെന്ന് ഫിലിപ്പോസിന് അന്നേരം തോന്നി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഫിലിപ്പോസ് 3 വട്ടം ചങ്കത്തടിച്ചു. മുണ്ടഴിച്ചു പിഴിഞ്ഞ് തലയുമുടലും തോർത്തി പൊൻകുരിശു തോമ കൈ രണ്ടും വീശി നടപ്പോട് നടപ്പു തന്നെ. 1.6 ഇഞ്ചു നീളവും 3/4 ഇഞ്ചു കനവും 1.5 ഇഞ്ച് വീതിയുമുള്ള സ്വർണ്ണക്കുരിശ്. സ്വപ്നത്തിലെന്ന പോലെ തോമ പറഞ്ഞു. ഇപ്പോൾ പഴയ പോലല്ല ഫിലിപ്പോസേ, ഒന്നും സ്വർണമല്ല, എല്ലാം പൂശ. പാവം കള്ളന്മാരെ പറ്റിക്കാൻ, അല്ലാതെന്ത്? തോമ പൊട്ടിച്ചിരിച്ചു.
ചിരിക്കിടയിലൂടെ തോമ ഫിലിപ്പോസിനെ ഇടം കണ്ണിട്ട് നോക്കി. ഇന്നാട്ടിലെ പണ്ടു കട്ടവരും ഒരിക്കലും കക്കാത്തവരും കട്ടേക്കാവുന്നവരും ബാച്ചു ബാച്ചായി നേർച്ചപ്പെട്ടി കവർച്ചാ കേസിൽ കടുവാമാത്തന്റെ മുമ്പിലേക്ക് ആനയിക്കപ്പെടുന്ന കാര്യമോർത്ത് തോമായ്ക്ക് പിന്നെയും ചിരി പൊട്ടി. തോമ ഒരു സാധുബീഡി കത്തിച്ചു വലിക്കുകയും മറ്റൊന്നിൽ തീ പകർത്തി ഫിലിപ്പോസിനു നീട്ടുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ആ അപൂർവ വസ്തുവിനെ ദർശിച്ച ഫിലിപ്പോസ് ചെറുപ്പത്തിൽ അപ്പന്റെ നിക്കർ പോക്കറ്റിൽ നിന്ന് കട്ടെടുത്ത് വൈക്കോൽ തുറുവിന്റെ മറവിൽ പോയിരുന്നു വലിച്ചു തീർത്ത ബീഡികളെ സ്മരിച്ച് ആഞ്ഞു വലിച്ച് നടത്തം തുടർന്നു. ഒരിക്കൽ പിടിക്കപ്പെട്ട് കാപ്പിക്കമ്പുകൊണ്ട് തുടമുറിയുവോളം തല്ലുകൊണ്ടു. ആ ഭീകര ദിവസത്തോളം നിത്യം ആവർത്തിക്കപ്പെട്ട ബീഡി കക്കലാണ് ഫിലിപ്പോസിന്റെ ജീവചരിത്രത്തിലെ ആദ്യ മോഷണ പരമ്പര. അതേസമയം വട്ടുപ്പാവിൽ നിൽക്കുന്ന ഡാവിഞ്ചിയച്ചൻ രണ്ടാം വളവിനപ്പുറം താഴ്വാരത്തെ ഇരുട്ടിൽ 2 പുകച്ചുരുളുകൾ പൊങ്ങി നീങ്ങുന്ന അത്ഭുത കാഴ്ച കണ്ട് നേർച്ചക്കാശ് കെട്ട കപ്യാരെങ്ങാൻ പുകയായി മാറിയോ എന്ന് ഞെട്ടുകയും സമാധാനം തേടി ബൈബിൾ തുറക്കുകയും ചെയ്തു. പാപം തിങ്ങിയ സോതോം ഗോമോറ പുകയും ചാരവുമായി മാറിയ കഥയുടെ താൾ കൺമുന്നിൽ നിവർന്നു നിന്നതും ഫിലിപ്പോസിന്റെ പിന്നാലെ കൂടിയ ആ അപരിചിത രൂപം ശിക്ഷാവിധി നടപ്പാക്കാൻ സ്വർഗത്തിൽ നിന്നെത്തിയ മാലാഖയാണോ എന്ന് വിനീതൻ ഡാവിഞ്ചി അച്ഛൻ വിഭ്രമപ്പെട്ടു. ആ മുഹൂർത്തത്തിൽ നാട്ടിലെ പ്രധാന നായ്ക്കളുടെയെല്ലാം ഓളിയിടൽ ഒരു കലപില കച്ചേരി പോലെ ഒരുമിച്ചങ്ങുയർന്ന് പച്ചിലക്കുന്നിനെ മുഖരിതമാക്കി. വഴിവക്കിലെ ഓടിട്ട വീട്ടിലെ ക്ലോക്ക് 12 അടിച്ച് ഒച്ച വെച്ചപ്പോൾ തൊട്ടരികിലെ സൈനബയുടെ കടത്തിണ്ണയിലേക്ക് കയറി ചായക്കറ വീണ മരബെഞ്ചിലിരുന്ന് വഴിവിളക്കിന്റെ വെട്ടത്തിൽ തോമായും ഫിലിപ്പോസും കട്ടെടുത്ത കാശ് എണ്ണി നോക്കുകയായി. ഇളിച്ചുകാട്ടുന്ന 10ന്റെയും 20ന്റെയും ഘടാഘടിയൻ നോട്ടുകളും ഇടവകക്കാരുടെ പട്ടിണി പ്രഖ്യാപിച്ച് കിലുങ്ങിക്കരയുന്ന കുറെ നാണയങ്ങളും മാത്രം കണ്ട് ഫിലിപ്പോസിന്റെ മനസ്സ് ഇടിഞ്ഞു താഴുമ്പോൾ അവയ്ക്കിടയിൽ നിന്ന് കുതിച്ചു ചാടിയ 500ന്റെ നോട്ട് പൊൻകുരിശു തോമ ഭക്ത്യാദരപൂർവം കയ്യിലെടുത്തു. ആശുപത്രിയിൽ അഡ്വാൻസ് കെട്ടാനുള്ള കാശിന്റെ 10 പോലും ഇല്ലല്ലോ. ഫിലിപ്പോസ് കരച്ചിലിന്റെ വക്കത്തെത്തി. അതു കേൾക്കെ തോമായുടെ ആർദ്ര ഹൃദയം വെണ്ണിലാവു പോലെ അലിയുകയായി. വെളുക്കും മുൻപ് ജെയ്സന്റെ ഓപ്പറേഷൻ നടത്താനുള്ള പണം കപ്യാരുടെ വീട്ടിൽ കട്ടായം എത്തിക്കുമെന്നും ഒരിക്കൽ കുരിശുകട്ടവന് മുന്നും പിന്നും നോക്കാനില്ലെന്നും ഓതി പള്ളിക്കുന്നിലേക്ക് തോമ വാണം വിട്ട പോലെ ഒറ്റയോട്ടം. തോമായുടെ പാച്ചിലിൽ അന്തം വിട്ടിരുന്ന ഫിലിപ്പോസിന്റെ കണ്ണിലേക്ക് ഈ മഹാപ്രപഞ്ചത്തിലുള്ളവരെല്ലാം വായിച്ചറിയേണ്ടതിലേക്കായി വാതിൽപ്പടിയിൽ സൈനബ രേഖപ്പെടുത്തിയിരുന്ന പറ്റുകണക്ക് വന്നു ചാടി. 8 കാലി 7 അണ, തോമ 9 അണ, മൂത്തപ്പ 0 അണ, ഫിലിപ്പോസ് 20 അണ. സൈനബയുടെ കടയിൽ നിന്ന് താൻ എപ്പോൾ പറ്റിനു ചായ കുടിച്ചെന്ന് ഒരന്തവും കുന്തവും കിട്ടാതെ ഫിലിപ്പോസ് കുഴങ്ങി. തോമായെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. എത്രയും വേഗം വീട്ടിലെത്തണം. ദ്രുതം നോട്ടുകളും ചില്ലറകളും വാരിക്കൂട്ടി സഞ്ചിയിലിട്ട് ഫിലിപ്പോസ് 4ാം വളവും കടന്ന് വച്ചുപിടിച്ചു. വെപ്രാളത്തിൽ അറിയാതെ കൈവഴുതി വീണ 500 രൂപ നോട്ടിൽ നിന്ന് മൊട്ടത്തലയൻ ഗാന്ധി അപ്പൂപ്പൻ വഴിയിലേക്ക് എടുത്തു ചാടിയത് ഫിലിപ്പോസ് കണ്ടതുമില്ല. സൈനബയുടെ ചുമരിൽ ചാരിവെച്ച മുളവടിയെടുത്ത് കുത്തിപ്പിടിച്ച് ഗാന്ധി ഫിലിപ്പോസിന് പിന്നാലെ ഓടി നടന്നു. കാലച്ച കേട്ട് തലവെട്ടിച്ചു നോക്കവേ ദണ്ഡിമാർച്ചിന് പോകുന്ന സ്പീഡിൽ കാല് വലിച്ചു നടന്നുവരുന്ന ഗാന്ധിജിയെ കണ്ട് ഫിലിപ്പോസ് കുന്തം വിഴുങ്ങി നിന്നു. വാടോ ഫിലിപ്പോസേ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. പല്ലില്ല മോണ കാട്ടി ഗാന്ധിജി ചിരിച്ചതും എങ്ങോ എവിടെയോ ഈ പറച്ചിൽ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഫിലിപ്പോസ് വിചാരം പൂണ്ടു. അമ്പമ്പോ, ആ കാണിക്കപ്പെട്ടിയിൽ കിടന്ന് പണ്ടാരടങ്ങി ശ്വാസം മുട്ടിപ്പോയി. എന്തോ കൂരിരുട്ട് അതിൻ്റെ ഉള്ളില്. യേ ബൂഠേക്കോ ആസാദി നേടിത്തന്നതിന് ആപ്കോ ബഹോത് ബഹോത് ധന്യവാദ് സഖാവേ. ഗാന്ധിജി ചിരിച്ചു കൈകൂപ്പി. എന്തോന്ന് പേച്ചായത് ഗാന്ധിജി പറയുന്നതെന്ന് അതിശയിച്ചെങ്കിലും അപ്പൂപ്പന്റെ കൈ പിടിച്ച് ഫിലിപ്പോസ് നടത്തം തുടങ്ങി. ഗാന്ധിജിയുടെ കൂടെ നടക്കുന്ന കപ്യാരെ കണ്ടാൽ നേർച്ചപ്പെട്ടി കവർന്നുവെന്ന് ആരും സംശയിക്കില്ലെന്ന ഗമണ്ഡൻ ആശ്വാസത്തിലാണ് ഫിലിപ്പോസ് ഇപ്പോൾ. നല്ല മനുഷ്യരുടെ പേരെടുത്ത് കാച്ചിയാൽ ഏത് കള്ളനും വിശുദ്ധനാകാമെന്ന് ഡാവിഞ്ചി അച്ഛൻ ഒരിക്കൽ പറഞ്ഞത് ഫിലിപ്പോസ് ഓർത്തു. ഗ്രോട്ടോയ്ക്ക് മുന്നിൽ കരഞ്ഞു വിളിക്കുന്നവരുടെ പരാതി കേട്ടു കേട്ട് എൻ്റെ ചങ്കും കരളും മരവിച്ചു പോയി പൊന്നു ഫിലിപ്പോസേ.
ഇതാണോ ഞാൻ സ്വപ്നം കണ്ട ഗ്രാമരാജ്യം? ഗാന്ധിജി പറഞ്ഞു പോവുകയാണ്. ഫിലിപ്പോസ് ഒപ്പമെത്താൻ പാടുപെടുകയും. നിനക്കറിയാമോ, കഴിഞ്ഞ ജന്മത്തിൽ ഒരകമ്പടി വണ്ടിയുടെ ഡ്രൈവറുടെ പോക്കറ്റിലായിരുന്നു ഞാൻ. അവിടെ ഇരുന്ന് വല്ലാത്തൊരു അക്രമക്കാഴ്ച കണ്ടു. വഴിയും ഇടവഴിയും മുക്കും മൂലയും മാലിന്യം വിതറുന്ന ഒരു കൂട്ടർ. പിന്നാലെ തിളങ്ങുന്ന കാറിൽ തിളങ്ങുന്ന ഉടുപ്പിൽ ചൂലുമായി വന്നിറങ്ങി നേതാവിൻ്റെ വൃത്തിയാക്കൽ മഹാമഹം. ഒരു ക്ലിക്ക്, 2 ക്ലിക്ക്, ക്യാമറകൾ മിന്നുന്നു. മീഡിയയ്ക്ക് പ്രധാന വാർത്ത. എന്തെന്തു കോപ്രായങ്ങൾ! ഫിലിപ്പോസെ, നിങ്ങളൊക്കെ എറിയുന്ന പ്ലാസ്റ്റിക്കും വേസ്റ്റും അടിഞ്ഞുകൂടുന്ന മലിനജലവാഹിനി ശുചിയാക്കാൻ ജീവൻ കളയാൻ പാവങ്ങളുണ്ടല്ലോ ഇന്നാട്ടിൽ. നോക്കൂ, ഇനി മേലാൽ രാത്രിതോറും ഞാൻ റോന്തു ചുറ്റും, നാട്ടിലും നഗരത്തിലും മഹാവീഥികളിലും റെയിൽ ട്രാക്കുകളിലും. കണ്ടോ, മാലിന്യം എറിയുന്നവരുടെ കൈ തല്ലിയൊടിക്കാനാ ഇനിമേൽ ഈ വജ്രായുധം. ഗാന്ധിജി വടി ഉയർത്തിക്കാട്ടി. ആരോ വലിച്ചെറിഞ്ഞ സ്നഗിയിൽ തട്ടിത്തടഞ്ഞു വീഴാൻ പോയ ഫിലിപ്പോസിനെ പിടിച്ചു നിർത്തി. ഇത്രമേൽ രോഷം പൂണ്ട ചുവന്ന ഗാന്ധിയുടെ മുഖം ഫിലിപ്പോസ് ആദ്യമായി കാണുകയാണ്. നിങ്ങളുടെ വിനീത ചരിത്രകാരൻ ഇക്കാര്യം വല്ലതും രേഖപ്പെടുത്തുമോ? സ്തുതി പാടാനും ന്യായീകരിക്കാനും തന്നെ നേരം തികയില്ല അവറ്റകൾക്ക്. പിന്നെ ചരിത്രം തിരുത്തുന്ന തിരക്കും നോക്കൂ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് പണ്ടൊരു ബിരുദൻ ലോക സാഹിത്യം എഴുതുന്നയാൾ കള്ളവണ്ടി കയറി വന്ന കഥയറിയോ? ഞാൻ ഗാന്ധിയെ തൊട്ടേന്ന് ഓൻ വിളിച്ചു കൂവി. ഓരോ പിരാന്തേ! ഗാന്ധിജിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എങ്ങോ നിന്ന് അസമയത്ത് ഒരു പാട്ടിൻ്റെ നേർത്ത നാദവീചികൾ. സോജാ രാജകുമാരി. തെല്ലിട അതിൽ മുഴുകി നിന്ന് കവലയിലെ മണിമന്ദിരത്തിലേക്ക് തുറിച്ചു നോക്കി ഗാന്ധി തുടർന്നു. ദേ, ബാർ മുതലാളി മാണിച്ചൻ്റെ മാളിക. 2 ആഴ്ച മുന്നേ അങ്ങോരാ എന്നെ ആ നേർച്ചപ്പട്ടിയിൽ തട്ടിയിട്ട് പോയത്. ബാർ തുറന്നു കിട്ടിയതിൻ്റെ ആ ഉപകാര സ്മരണ. മാണിച്ചൻ്റെ മേശവലിപ്പിൽ എന്നെ നിക്ഷേപിച്ചത് ജില്ലാ കമ്മിറ്റി മെമ്പറാ. അയാളുടെ കീശയിലിരിക്കുമ്പം ഞാൻ അറിഞ്ഞു എന്താണ് ഭാരതമെന്ന്. പീഡനം, കൊല, കൈക്കൂലി, ക്ഷേത്രം, പള്ളി, ദേശസ്നേഹം, മണ്ണാങ്കട്ട. കേട്ടു കേട്ടു മടുത്തു. എൻ്റെ ഫിലിപ്പോസെ, ആ നേതാവിൻ്റെ കയ്യിലേക്ക് ഞാൻ വന്നത് ഒരു ചാക്കുകെട്ടിനുള്ളിലാ. കോൺട്രാക്ടർ നേതാവിന് സമ്മാനിച്ച കൈക്കൂലിപ്പണത്തിലെ പാവം ഒരു നോട്ടിൽ. പാവം നോട്ടെന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. കോൺട്രാക്ടർക്ക് എന്നെ കൈമാറിയത് പുതിയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മാനേജറാ. മാനേജറുടെ കയ്യിൽ എന്നെ എത്തിച്ചതോ ഒരു പാവം പെൺകുട്ടിയും. അവളുടെ അവസാന ഫീസ്. ബാക്കി അടയ്ക്കാൻ വഴി കാണാതെ പഠനം മുടങ്ങി അവൾ ആ കടും കൈ ചെയ്തു. 4ാം നിലയിന്ന് താഴേക്ക്. പാവം, അവളുടെ ഉപ്പായുടെ വിയർപ്പുഗന്ധമുള്ള ഷർട്ടിൻ്റെ പോക്കറ്റിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി. കടം താങ്ങി ഏന്തി വലിഞ്ഞുള്ള ആ നടപ്പ്. എടോ, ഒരു ഉപകാരം കൂടി ചെയ്യണം. ഈ നോട്ടുകളുടെ മേലേന്ന് എന്നെ ഒന്ന് സ്വതന്ത്രനാക്കോ. കണ്ടും കേട്ടും മടുത്തെടോ. ഏതായാലും ഒന്നുറപ്പാ, നിരോധിക്കപ്പെട്ട ഒരു നോട്ടിലായിരിക്കും ഒരിക്കൽ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുക. എന്നെ വെടിവെച്ച വീരപുരുഷന്റെ പടമായിരിക്കാം അക്കാലത്ത് ചരിത്ര പുസ്തകങ്ങളിൽ കാണുക. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഗാന്ധിജി കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. വെടിവെച്ചു കൊന്ന കൊച്ചനോട് ഇച്ചിരി നന്ദി ഇടയ്ക്കെനിക്ക് തോന്നും. ഇന്നത്തെ മഹാഭാരതം കാണേണ്ടി വന്നില്ലല്ലോ. ഒരു 500 രൂപയുടെ റൂട്ട് മാപ്പ് കേട്ട് അതിശയിച്ചു നടക്കുകയാണ് ഫിലിപ്പോസ്. അകമ്പടി പോലീസ്, പെൺകുട്ടിയുടെ ഉപ്പ, പെൺകുട്ടി, കോളേജ് മാനേജർ, കോൺട്രാക്ടർ, നേതാവ്, ബാർ മുതലാളി, ദേവാലയം, ഫിലിപ്പോസ്. മഹനീയമായ ഏതോ രാത്രി കൃത്യം നിർവഹിച്ച് ശീഘ്രത്തിൽ മടങ്ങുന്ന മണ്ടൻ മുത്തപ്പ എതിരെ വരുന്നത് കണ്ട് ഫിലിപ്പോസ് ഒന്ന് പരുങ്ങി. ഗാന്ധിയെയും ഫിലിപ്പോസിനെയും മാറി മാറി നോക്കി ഏതോ സ്റ്റേജ് ഷോയിൽ നിന്ന് ഇറങ്ങി വന്നവരാണോ എന്ന് അത്ഭുതപ്പെടുകയാണ് മണ്ടൻ മുത്തപ്പ. കയ്യിലെ മുളവടിയിൽ ക്ഷീണിച്ച ദേഹമൂന്നി, മുത്തപ്പ, ഇപ്പോഴും പുട്ടിനുള്ളിൽ നിനക്ക് പുഴുങ്ങിയ മുട്ട കിട്ടാറുണ്ടോ എന്ന് ഗാന്ധി മോണ കാട്ടി ചിരിച്ചു. ഉണ്ടല്ലോ ബെൻ ക്ലിങ്സി, ഇതൊക്കെ അങ്ങെങ്ങനെ അറിഞ്ഞു എന്ന് മുത്തപ്പ താണു തൊഴുതു നിന്നു. മുത്തപ്പ, ഇത് നമ്മുടെ ഗാന്ധിജിയല്ലേ എന്ന് ഫിലിപ്പോസ് തിരുത്തിയതും മണ്ടൻ മുത്തപ്പ പൊട്ടിച്ചിരിച്ചു. ഒന്ന് പോടോ, അറ്റൻ ബോറോ ഉണ്ടാക്കിവിട്ട ആളല്ലേ. ഇതേത് ആറ്റം ബോംബെന്ന് കണ്ണുമിഴിച്ചു നിന്ന ഫിലിപ്പോസ് അക്ഷരമറിയാത്ത മുത്തപ്പക്ക് ഇത്രയും ചരിത്രബോധം എങ്ങനെ കിട്ടിയെന്ന് അമ്പരക്കുകയും ചെയ്തു. യഥാ രാജ തഥാ പ്രജ എന്നോ മറ്റോ ചിരിച്ച് ഗാന്ധിജി നടത്തം തുടർന്നു.
മുത്തപ്പയും ഫിലിപ്പോസും ഇരുട്ടും ഗാന്ധിക്കൊപ്പം നടന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ വഴി അവർക്കൊപ്പം വളഞ്ഞെത്താൻ പാടുപെട്ടു. അപ്പോഴേക്കും പൊൻകുരിശു തോമ ഓടിക്കിതച്ച് അവർക്കൊപ്പം എത്തി. ഫിലിപ്പോസേ, മോനെ വേഗം ആശുപത്രിക്ക് എടുക്കടാ. മാതാവിന്റെ പൊൻകിരീടം ഉയർത്തിക്കാട്ടി അത്യാനന്ദത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും തോമ വിളിച്ചു പറഞ്ഞു. ഗാന്ധിജിയും മണ്ടൻ മുത്തപ്പയും കഥയറിയാതെ നോക്കി നിൽക്കെ, ഞാൻ കട്ടതല്ല പൗരപ്രമുഖരെ, ഡാവിഞ്ചിയച്ചൻ എടുത്തു തന്നതാണേ എന്ന് തോമ ഉറക്കെ പറഞ്ഞു. അല്ലെങ്കിലും മാതാവിനെന്തിനാ പൊൻകിരീടം? തോമ നിസ്സംശയം പ്രഖ്യാപിച്ചു. ഉറക്കം വരാതെ പടം വരച്ചിരുന്ന അച്ഛൻ കള്ളനെ കൈയോടെ പിടികൂടിയെന്നും ഫിലിപ്പോസിന്റെ മോന് വേണ്ടിയാണെന്ന് കേട്ടതും, നാലാൾ അറിയാതെ വേഗം കടത്തിക്കോ തോമ, ഇന്നു മുതൽ ഞാൻ ഡാവിഞ്ചിയല്ല, ഡി എന്ന നഗരത്തിലെ ബിഷപ്പാണ് എന്നോ മറ്റോ പിച്ചും പെയ്യും പറഞ്ഞെന്നും തോമ കുലുങ്ങി ചിരിച്ചു. അല്ല തോമ, ഇത് സ്വർണമാണെന്നതിന് എന്ത് ഗ്യാരണ്ടി? മണ്ടനെങ്കിലും മുത്തപ്പയാണ് ആ ചോദ്യം ചോദിച്ചത്. ഇത് മാതാവിന്റെ ഗ്യാരണ്ടി എന്ന് തോമ പിന്നെയും ചിരിച്ചു. തോമായുടെ ചിരി അടങ്ങും മുൻപേ കുറച്ചപ്പുറം പാടത്തിനരികെ വെളിച്ചം കെടാത്ത വീട്ടിൽ നിന്ന് ഒരു നിലവിളി പൊങ്ങി. ആ ആർത്തനാദം തിരിച്ചറിഞ്ഞതും മനമിടിഞ്ഞ് വീഴാൻ പോയ ഫിലിപ്പോസിനെ ഗാന്ധിജി വീണ്ടും താങ്ങി പിടിച്ചു. പൊൻകിരീടം തോമായും മണ്ടൻ മുത്തപ്പയും ഇരുട്ടും വേദനയോടെ തല താഴ്ത്തി. മുച്ചീട്ടുകളി, പിടിച്ചുപറി, മോഷണം, പോക്കറ്റടി ഇത്യാദി കലാപരിപാടികൾ ഭൂഗോളത്തിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് ആശ്വസിച്ചിരുന്ന ഇടവക ജനം പ്രഭാത കുർബാനയ്ക്ക് കുന്നുകയറിയപ്പോൾ ആ വാർത്ത കേട്ടു തരിച്ചു നിന്നു. തനിക്ക് പരാതിയില്ലെന്ന് ഡാവിഞ്ചിയച്ചൻ പല കുറി പറഞ്ഞിട്ടും സ്ഥലപ്രമുഖർ പോലീസിനെ വിളിച്ചു. ഏതു നിമിഷവും വന്നിറങ്ങാവുന്ന ന്യായപാലകരോട് എന്തു പറയുമെന്ന ശങ്കയിൽ ഡാവിഞ്ചിയച്ചന്റെ തിരുഹൃദയം 200 വട്ടം മിടിക്കാൻ തുടങ്ങി. വീട്ടുവേലക്കാരിക്ക് 2 അണ ശമ്പളം കൊടുക്കുന്ന മഹാനഷ്ടത്തെ പരിഹരിക്കാൻ അവളെ നിക്കാഹ് കഴിച്ച ഉണ്ടക്കണ്ണൻ അന്ത്രു എന്ന സ്ഥലത്തെ പ്രധാന പിശുക്കനും ആനവാരി രാമൻ നായരും ഒരുമിച്ചു നടക്കാനിറങ്ങിയ കൊച്ചു വെളുപ്പാൻ കാലത്ത് പള്ളിയങ്കണത്തിലെ ജനക്കൂട്ടം കണ്ട് തെല്ലന്താളിച്ചു. തങ്ങളുടെ ബാച്ചിലെ ആരുമാരും തലേരാവിൽ വികൃതിയൊന്നും കാണിക്കാൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും മണ്ടൻ മുത്തപ്പ എന്ന ദാർശനികനിലേക്ക് അവരുടെ സംശയങ്ങൾ നീളാതിരുന്നില്ല. മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറുടെ മകൾ, സ്ഥലത്തെ പ്രധാന സുന്ദരി സൈനബ, മണ്ടൻ മുത്തപ്പയ്ക്ക് പുട്ടിനിടയിൽ പുഴുങ്ങിയ മുട്ട ഒളിപ്പിക്കുന്ന ഭയങ്കരി, പാല് വാങ്ങാൻ പോകുന്ന നേരത്താണ് ഏതോ വിനാശത്തിന്റെ സൈറൻ വിളിയുമായി ഒരു ജീപ്പ് പോലീസുകാർ പള്ളിയങ്കണത്തിൽ ചാടിയിറങ്ങുന്നത്. ആർത്തലച്ച ആ വരവ് കണ്ടതും അത്താഴത്തിനു കഴിച്ച ചക്കപ്പുഴുക്കും കഞ്ഞിയും അവളുടെ വയറ്റിൽ ഗുളുഗുളു ഉണ്ടാക്കി. സ്ഥലത്തെ പ്രധാന ബഹളങ്ങളുടെയെല്ലാം നേതൃത്വം ഏറ്റെടുക്കുന്ന തോമായെ കുറെ കാലമായി നാട്ടിൽ കാണാനില്ലാത്തതിനാൽ സ്ഥലത്തെ പ്രധാന പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയിലേക്ക് എല്ലാ സംശയങ്ങളും നീളുമെന്നറിഞ്ഞതും സൈനബയുടെ ചങ്കിൽ ഒരു വെല്ലിടി വെട്ടി. വിവരങ്ങൾ അറിയാൻ പള്ളിയിലേക്ക് പോയ പൊൻകുരിശു തോമായുടെ കാമുകി കൊച്ചു ത്രേസ്യ തിരിച്ചു വരുന്നതും കാത്ത് സൈനബ മുള്ളുവേലിക്കൽ തറഞ്ഞു നിന്നു. കോഴിപിടുത്തം, തേങ്ങയിടൽ, അടയ്ക്ക പറിക്കൽ എന്നീ കലാപരിപാടികൾ രാത്രി മാത്രം ചെയ്യുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന അവശ കലാകാരനെ കണ്ടവരുണ്ടോടാ കഴിവേറി മക്കളെ? മീശ പിരിച്ച് കടുവാമാത്തൻ ആക്രോശിച്ചു. ഇത്യാദി കലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഇഷ്ടൻ വിദേശത്ത് പോയിരിക്കുന്നു. മണ്ടൻ മുത്തപ്പ ആൾക്കൂട്ടത്തിൽ നിന്ന് സകല കലാവിദ്യാർത്ഥികളുടെയും അറിവിലേക്കായി വിളിച്ചു പറഞ്ഞു. അന്നേരം ഭൂമി മലയാളത്തിൽ ഒരത്ഭുതം നടന്നു. ഡാവിഞ്ചിയച്ചൻ സ്വപ്നത്തിലെന്ന പോലെ 2 കൈകളും നീട്ടി കടുവാമാത്തനു മുന്നിൽ തല കുനിച്ചു. സർ, ഈ ഇടവകയിലെ ഒരു മാലാഖക്കുഞ്ഞ് കഴിഞ്ഞ രാവിൽ കർത്താവിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന കുറ്റത്തിന് നിങ്ങൾക്കെന്നെ തടങ്കലിലിടാം. കടുവാമാത്തൻ അലറിച്ചിരിച്ചു. ആ വകുപ്പിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ യാതൊരു നിയമവും രാജ്യത്ത് നിലവിലില്ല എന്ന് മനസ്സിലാക്കിൻ ഫാദർ. എല്ലാ നിയമ വിദ്യാർത്ഥികളുടെയും അറിവിലേക്കായി കടുവാമാത്തൻ പ്രഖ്യാപിച്ചു. ഞങ്ങൾ വന്നത് നേർച്ചപ്പെട്ടി കവർച്ചക്കാരനെ പിടിക്കാനാണ്. ഡാവിഞ്ചിയച്ചൻ മടികൂടാതെ 2 അടി മുന്നോട്ടു നീങ്ങി നിന്നു. ആ മനുഷ്യൻ ഞാനാണ്. നിങ്ങൾ തേടുന്ന ആ മോഷ്ടാവ് ഞാൻ തന്നെ. കൂടാതെ മറ്റൊരു മോഷണവും കൂടി ഞാൻ ചെയ്തു. മാതാവിന്റെ പൊൻകിരീടം ഞാൻ കട്ടെടുത്തു. ദയവായി എന്നെ അറസ്റ്റ് ചെയ്യൂ. ജനങ്ങളായ ജനങ്ങളെല്ലാം, പോലീസായ പോലീസുകാരെല്ലാം
എന്തിന് ഈ ബ്രഹ്മാണ്ടം മുഴുവനും അന്തിച്ചു നിൽക്കെ കടുവാമാത്തൻ ഡാവിഞ്ചി അച്ഛനെ വിലങ്ങണിയിച്ചു. അതീവ ദുഃഖത്തോടെ പൊൻകിരീടം തോമ ഫിലിപ്പോസിന്റെ കുടിലിലേക്ക് ഇടറി നടന്നു. നാട്ടിലെ പ്രധാന നായ്ക്കളുടെയെല്ലാം കുര ഒരുമിച്ചു കേട്ട കൂറ്റാക്കൂരിരുട്ടുള്ള രാത്രിയിൽ ദേശത്ത് അശുഭമായ എന്തോ നടക്കാൻ പോകുന്നുവെന്ന് സ്ഥലത്തെ പ്രധാന കാരണവന്മാർ കണക്കുകൂട്ടിയത് അങ്ങനെ സത്യമായും വന്നു. ശുഭം എന്നു കുറിക്കാനാവാതെ ഈ ലേഖനം സമാപിക്കുന്നു. ഈ ദാർശനിക ലേഖനത്തിന്റെ കടപ്പാട് ആനവാരിയും പൊൻകുരിശും എന്ന ചരിത്ര പുസ്തകത്തിന്റെ രചയിതാവായ വിനീത ചരിത്രകാരന്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.